പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം വൈകി ഞങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് വേഗം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ മാത്രമല്ല നിന്നാലും നമുക്ക് വേഗം കാര്യങ്ങൾ ചെയ്യാം. ഗ്രീൻ പീസാണ് കേട്ടോ കറി. അപ്പം അത് നമുക്ക് കുക്കറിലാക്കിയിട്ട് ബാക്കി സംസാരിക്കാം. പാകത്തിന് വെള്ളം, മുളക്, കുഞ്ഞൊരു ക്യാരറ്റിൻ്റെ ഇതൊക്കെ കഴുകി വെച്ചതാണ് കേട്ടോ. ഇന്നലെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാരറ്റ് ഇത് നല്ല വെയിലുള്ള ദിവസമാണ്, ഉണങ്ങി കിട്ടിയോളൂ. വെയിൽ ഉദിച്ചിട്ടാണ് ഞങ്ങൾ നീട്ടത് അല്ലേ പൂജ? ഞാൻ നീട്ടു പിന്നെ ഉറങ്ങിയതാ. എനിക്ക് ഉറക്കം അങ്ങോട്ട് മതിയാവണില്ലേ ഗൈസ്, എന്താണാവോ അല്ലേ? എന്താ മടിച്ചയാള് അതന്നെ, എന്താണാവോന്നല്ല. അമ്മ പൂലമൊക്കെ മടിച്ച്, മക്കള് എന്താ ആ മക്കളെക്കാൾ അമ്മയേക്കാൾ നേരില്ലാത്തതുകൊണ്ട് ഒക്കെ കൂടെ അരിഞ്ഞ് പെറുക്കിയിട്ട് കാണിക്കാന്ന് വിചാരിച്ചു. അതൊക്കെ മതിയല്ലേ? ഇഞ്ചി വെളുത്തുള്ളി കൂടെ വേഗം ചതയ്ക്കാം. എന്നാലും മെല്ലെ മെല്ലെ പാടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നടക്കണ്ടേ. ശരി, അപ്പം അതും കൂടെ ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു കുഞ്ഞിക്കിഴങ്ങിൻ്റെ കഷ്ണം കൊടുത്ത് അതും കൂടെ നമുക്ക് എടുക്കാം അല്ലേ? പിന്നെ അതായത് ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ ഡീപ്പായിട്ട് കാണിക്കുന്നില്ല. ഉരുളക്കിഴങ്ങ് വലുതുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മളിപ്പോഴത്തെ ഉള്ളത് ഞാൻ അങ്ങനെ ഇടുന്നേ ഉള്ളൂ. പൂജയുടെ ഫേസ് പാക്കിൻ്റെ ബാക്കിയാണ് ഗൈസ്. പച്ചക്കറി കൊടുന്നേച്ച അവിടെ കിട്ടുന്നില്ല പൂജ കാരണം. അപ്പോൾ ഓക്കെ, നിർത്തൂ. ഇത് വേവണ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി കുഴച്ചെടുക്കാം കേട്ടോ. ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന പണ്ടൊക്കെ എനിക്ക് വലിയ മടിയായിരുന്നു കേട്ടോ. ഒന്നാമത് ആ കിച്ചൺ ടൈപ്പ് മൊത്തം പൊടിയും കാര്യങ്ങളാവും. പിന്നെ ഇത് വാട്ടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടായിരുന്നു. പിന്നെ എൻ്റെ ചപ്പാത്തി സ്മൂത്ത് ആവുകയില്ല, ഡബലം വെച്ചും കൊണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ വല്ലാണ്ട് ഇത്ര ഈ നമ്മുടെ ഉഴുന്ന് ദോശയുടെ പോലെ അത്ര വലിയ കാര്യമില്ല ചപ്പാത്തി. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴേ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ അതുപോലെ ശനി ഞായറും ദിവസങ്ങളിലാണ് ഞാൻ മിക്കതും ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഇതിന് കുറച്ച് സമയം വേണമല്ലോ വാട്ടാനും കുഴയ്ക്കാനും പിന്നെ പരത്താനും ഒക്കെ വേണ്ടിയിട്ട്. ദോശയാകുമ്പോൾ പിന്നെ മാവെടുക്കുക, ദോശ ഉണ്ടാക്കുക, അത്ര. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടം കൂടുതൽ അതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മിക്കതും ഉഴുന്ന് ദോശയാണ് ഉണ്ടാക്കാറ്, ഇല്ലെങ്കിൽ വെള്ളയപ്പം, അങ്ങനെയൊക്കെ. ഒരു പലഹാരം മാത്രമല്ല മാറ്റി മറിച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ചപ്പാത്തിയാണ്. പൊടി കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കാമെന്ന് വിചാരിച്ചു പ്രാവശ്യം. കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ഭയങ്കര ഡ്രൈ ആയിട്ട് കുഴയ്ക്കുന്നതിനേക്കാൾ ഒന്നും കൂടെ ലൂസാക്കി കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കൂടെ അടിപൊളിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിത് ആ പാകത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ആ ചൂടോടെ അങ്ങോട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചായ ആയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പഞ്ചസാരയും പൊടിയൊക്കെ ഇട്ടു. നമുക്കിവിടെ ചായക്കില്ലേ ഒരു കുറച്ച് മതി കേട്ടോ പൊടി, ലൈറ്റ് കളർ മതി. ഒരുപാട് പൊടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ പാടാണ് കേട്ടോ. ലൈറ്റ് കളറാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ദുശീലെന്ന് പറഞ്ഞ പോലെ ചായ കൂടെ കൂടിയിട്ടുണ്ട്. മറ്റേതിപ്പോൾ
പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരു ഗ്ലാസ് ചായ പോലും ഒരു ദിവസം കുടിക്കില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പറയാറുണ്ടല്ലോ, എല്ലാവരും എന്നെ കളിയാക്കാറുന്നേ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തലവേദനിച്ചാലും ടെൻഷനായാലും എല്ലാം ചായയാണ് ശരണം. ഇപ്പോൾ കണ്ണൻകുട്ടി ഇപ്പോൾ പനി പിടിച്ചതിൻ്റെ ശേഷം അവനും ഓരോ ഗ്ലാസ് കുടിക്കാറുണ്ട് കേട്ടോ. ഷാജേട്ടൻ പോയതിൻ്റെ ശേഷം എനിക്ക് മാത്രമേ ചായ വേണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പനി പിടിച്ചതിൻ്റെ ശേഷം കണ്ണൻകുട്ടിക്കും കൂടെ ഓരോ ഗ്ലാസ് ചായയായി. ചപ്പാത്തി പരത്തലാണ് പിന്നെ അടുത്ത എൻ്റെ ടാസ്ക് കേട്ടോ. ഞാൻ പരത്തി വരുമ്പോഴേക്കും അത് അമീബ പോലെയോ ഭൂപടം പോലെയൊക്കെ ആവും കേട്ടോ. എനിക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടില്ല. എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ പരത്തി അങ്ങോട്ട് എടുക്കും. അങ്ങനെ ആക്കി ഒരു ഇതൊക്കെ ആക്കിയെടുക്കും. ചിലത് റൗണ്ടാവും, ചിലത് റൗണ്ടാവില്ല. പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടല്ല, അത് കാര്യമായിട്ട് ഞാൻ അങ്ങനെ റൗണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത്ര പാടൊന്നും ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ ആക്കി കുട്ടികൾ പറഞ്ഞു കുറച്ചധികം ഉണ്ടാക്കിക്കോളൂ, ഉച്ചയ്ക്ക് നമുക്ക് ചോറ് വേണ്ട, ഈ ചപ്പാത്തിയും എന്താ പറയുക ഗ്രീൻ പീസ് കറിയും മാത്രം മതി, രാത്രിയിൽ നമുക്ക് നൈറ്റ് നമുക്ക് ചോറും കറിയൊക്കെ ആക്കാം, മീനൊക്കെ വാങ്ങി കൊടുന്നിട്ട് എന്ന് പറഞ്ഞു. നോക്കി അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഷാജേട്ടൻ പോയതിന് ശേഷം നമ്മുടെ ടൈം ടേബിൾ മൊത്തം തെറ്റിക്കിടക്കായിരുന്നു കേട്ടോ. മറ്റേത് എനിക്ക് കറക്റ്റ് ഇന്ന ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ സമയം ഇന്ന സമയം ഇന്നത് എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് കൊണ്ടുപോകാമായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഷോർട്സും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട കാരണം കൊണ്ടും, പിന്നെ അത് ഷൂട്ട് ചെയ്യണം, അത് ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യാൻ വേണം, എഡിറ്റ് ചെയ്യാൻ വേണം, പോസ്റ്റ് ചെയ്യാൻ വേണം, അതൊക്കെ ഒരാളായതുകൊണ്ടും ഞാൻ കറക്റ്റ് ഓരോ സമയത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചായിരുന്നു. ഇതിപ്പോൾ പോകേണ്ട ടെൻഷനും കാര്യങ്ങളും നമ്മൾ മാത്രമേ നമ്മുടെ വീട്ടിൽ ഓടാനുള്ളതുകൊണ്ടും എല്ലാം കൂടെ അടിമുടി തെറ്റിക്കിടക്കായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു പൊട്ട പ്രശ്നമുണ്ട്, എന്തെങ്കിലും ഒരാളിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ചിന്തിച്ച് അന്തം വിട്ടിട്ട് ഞാൻ അങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഒരു മോശം സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. പക്ഷെ കുറേയൊക്കെ ഇപ്പോൾ കുറഞ്ഞ് വന്നിട്ടുണ്ട്. മുന്നൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ഡാർക്ക് അടിച്ചിരിക്കും, സീനായിട്ടിരിക്കുന്നൊക്കെ പിള്ളേർ പറയില്ലേ, അതുപോലെ. ഇപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തി അവിടുത്തെ പൊടിയും കാര്യങ്ങളൊക്കെ കയ്യോടെ ഇങ്ങോട്ട് തുടച്ചു. ഇനി അവിടെ വെച്ചുണ്ടാക്കുമ്പോൾ എനിക്കില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അവിടെ എന്തെങ്കിലും കുഞ്ഞൊരു പൊടി കണ്ടാലും എനിക്ക് വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നല്ലോണം അങ്ങോട്ട് തുടച്ചെടുത്തിട്ട് അടുത്ത പരിപാടി നോക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ചെയ്തുകൂടെ എന്നോട് ചോദിക്കാറുണ്ട്. എല്ലാം കഴിഞ്ഞ് ചെയ്യുമ്പോഴേക്കും അവിടെ അങ്ങനെ അലമ്പായി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറിയുടെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഈ കറി. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ അരയ്ക്കേണ്ട, കറികൾ വേണ്ട, അധികം പൊടികൾ വേണ്ട, അങ്ങനെയൊക്കെയാണ് ഈ കറി. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞാൽ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇത് പൊട്ടിക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഒരുപാടൊന്നും വേണ്ട. ഒരു ഗ്രാമ്പൂവും ഒരു കുഞ്ഞ ഒരു ഗ്രാമ്പൂല്ല 2 ഗ്രാമ്പൂവും ഒരു കുഞ്ഞ പട്ടയും ഒരു ഏലക്കായൊക്കെ മതി കേട്ടോ. ഇപ്പോൾ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച്. എന്നിട്ട് ഒരു വലിയൊരു സവാളയും കൂടെ വഴറ്റിയിട്ട് അത് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ വെന്തിരിക്കുന്ന ഗ്രീൻ പീസും കാര്യങ്ങളും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കുരുമുളക്. ഇനി മെയിൻ താരം എന്ന് പറയുന്നത് നമ്മുടെ ഈ എന്താ പറയുക, ഈ സാധനത്തിൻ്റെ പേര് ദൈവമേ, മല്ലിച്ചപ്പ്. ഇടയ്ക്കില്ലേ നാവിലൊരു സാധനം കിട്ടൂല, മല്ലിച്ചപ്പും കൂടെ കഴുകിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. സൂപ്പർ കറിയാണ് കേട്ടോ. ഗ്രീൻ പീസ് ഒന്ന് വെന്ത് അങ്ങോട്ട് ഉടയണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. കിഴങ്ങും കൂടെ വേണം കേട്ടോ. കുറച്ച് നമുക്ക് കിഴങ്ങ് ഇത്തിരി കുറവായിരുന്നു, എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് ഈ വഴറ്റുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇടണ്ട. ഈ ഗ്രീൻ പീസ് കൊട്ടിയതിൻ്റെ ശേഷം കുറച്ച് കുരുമുളക് പൊടി ഈ പിന്നെ മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് അടിപൊളി സൂപ്പർ ഗ്രീൻ പീസ് കറി അങ്ങോട്ട് സെറ്റായി. നാളികേരം ചിരകിയ ഒന്നും വേണ്ട കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അറിയാത്തവരാണെങ്കിൽ, അറിയണവരാണെങ്കിൽ പിന്നെ ഉണ്ടാക്കണ്ടല്ലോ, അവർക്ക് അറിയാമല്ലോ. അപ്പോൾ കറി അങ്ങോട്ട് സെറ്റായി മാറ്റി വെച്ചിട്ട് നമ്മളപ്പോൾ ചപ്പാത്തിക്കുള്ള പാനിൽ വെച്ചു. പാൻ ഒന്ന് ചൂടാവണ സമയം കൊണ്ട് ഞാൻ ഇരിക്കുന്ന പാത്രം ടപ്പേന്നനെ കയ്യോടെ അങ്ങോട്ട് കഴുകി വെച്ചു. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് വരും. ഇത് എവിടെ നിന്നാണ് വരാമെന്നറിയില്ല. ആകെ 2 പാത്രം കൊണ്ടേ ഞാൻ കുക്ക് ചെയ്യാറുള്ളൂ. എന്നാലും എവിടെന്നെങ്കിലൊക്കെ ഉണ്ടാവും പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട്. ഈ കഷ്ണം നുറുക്കിയതിൻ്റെയും കഷ്ണം ഇട്ട് വെച്ചതിൻ്റെയും ഒക്കെ കുക്കറും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കയ്യോടെ അങ്ങോട്ട് കഴുകി വെച്ചു. ഇനി നമുക്ക് വേഗം ചപ്പാത്തി ചുട്ടെടുത്താൽ മതിയല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചപ്പാത്തി പണ്ടൊക്കെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് അത് എനിക്കിപ്പോഴും അങ്ങനെ തന്നെ. റേഷൻ കടയിലത്തെ ചപ്പാത്തി എനിക്ക് സോഫ്റ്റായിട്ട് കിട്ടാറില്ല കേട്ടോ. എനിക്ക് ആ പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര ദേഷ്യമാണ്. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേലും മൈദ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടുന്നതുകൊണ്ടായിരിക്കും കുറച്ചും കൂടെ സോഫ്റ്റൊക്കെ കിട്ടണത്. പണ്ടൊക്കെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാമായിരുന്നു. ഈ ബലം വെച്ചിട്ടില്ലേ, അത് കറിയിൽ മുങ്ങൂല്ല, അങ്ങനെ പാടായിരുന്നു എനിക്ക് ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ. ഞാൻ മാത്രം ഉണ്ടാക്കുന്ന ചപ്പാത്തി ഇങ്ങനെയായിരിക്കും. പിന്നെ തിളച്ച വെള്ളം കൊണ്ടൊക്കെ ആക്കി കുറച്ച് പാലൊക്കെ ഒഴിച്ച് അങ്ങനെ സെറ്റാക്കി ഞാൻ അങ്ങനെ നോക്കിയിട്ട് അതങ്ങോട്ട് ശരിയായി. അതുപോലെ തന്നെ ആയിരുന്നു എനിക്ക് പത്തിരി ഉണ്ടാക്കാൻ. ഇപ്പോഴും എനിക്ക് പത്തിരി ഉണ്ടാക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. പാളുണ്ട് കയ്യിൽ നിന്ന്. പിന്നെ എനിക്ക് ആ സാധനം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ മെനക്കെടാറുമില്ല. ഇവിടെ അങ്ങനെ വലിയ താല്പര്യമില്ല. ഷാജേട്ടനാണ് പിന്നെ കുറച്ചും കൂടെ ഇഷ്ടം കേട്ടോ പത്തിരിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് എനിക്ക് പാടാം. അതുപോലെ തന്നെയായിരുന്നു ബിരിയാണി. ഓരോന്നും നമ്മൾ വെച്ച് കൊളായിട്ട് കേട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് ശരിയാവും. അപ്പോൾ അടുത്തതിൽ എന്താണ് മിസ്റ്റേക്ക് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഓരോ ഫുഡ് ഉണ്ടാക്കണേനും നമുക്ക് ഓരോ കഥ പറയാൻ വേണ്ടിയിട്ടുണ്ടാവും. കുറച്ചങ്ങോട്ട് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞതിലെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിരിയും വരും. ഇത് നമ്മുടെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും കട്ടൻ ചായയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ 3 ആളും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. ആദ്യം പോസിറ്റീവ് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ 2 ആളും കൂടെ ഇരുന്നോളൂ. അവളുടെ കോസ്റ്റ്യൂം റെഡി അല്ല ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ വേഗം പോയി മുടിയൊക്കെ വാരി കെട്ടിയിട്ട് ആളും കൂടെ വന്നിരുന്നു. ഞാൻ പറഞ്ഞു ആകെ 3 ആളേ ഉള്ളൂ, വന്നിരുന്നു
ഇരുന്നിട്ട് കഴിക്കുകയായിരുന്നെങ്കിൽ നല്ല സമാധാനത്തിൽ അങ്ങനെ അങ്ങോട്ട് ഇരിക്കാമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആളും കൂടെ വന്നിരുന്നു. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് വയറ് നിറയെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഇനി കുറച്ചധികം ചപ്പാത്തി ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ഇത് മതി. മെയിനായിട്ട് 2-3 ഷോർട്സ് എടുക്കണം. പിന്നെ പറഞ്ഞ പോലെ ലൈവ് പോകണം. എന്നും 1.5 ലൈവ് പോകണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇരുന്നാലും നടക്കാറില്ല കേട്ടോ. അതങ്ങോട്ട് പാളാറാണ് പതിവ്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പഴയ ട്രാക്കിലേക്ക് വരണം. നമ്മളങ്ങനെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ പാത്രം മോറുന്നത് പൂജിട്ടിയാണ്. ഒന്നാമത് എനിക്ക് വയ്യാത്തതുകൊണ്ടും രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാറുണ്ട്. പാത്രം കഴുകും, അലക്കും, അടിച്ചു വാരുമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. ഞാൻ പിന്നെ അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഓളത്തിൽ ഞാൻ എല്ലാം അങ്ങോട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പം അവിടെ ഇരുന്നോളൂ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇന്നെ അവിടെ ഇരുത്തിയിട്ട് ചെയ്യാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ വല്ല ടെൻഷനോ ആളലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഭാഗത്ത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആളലും ടെൻഷനും കൂടുള്ളൂ. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ പാടില്ല കേട്ടോ. അത് മുന്നേക്ക് ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഇരിക്കും, അന്തം കുന്തമില്ലാണ്ട്. ഇപ്പം എനിക്കറിയാം നമ്മളങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. വായു മോളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ ഇന്നെ വിളിച്ചിട്ട് ഓരോ കാര്യത്തിൽ അങ്ങോട്ട് ഇറങ്ങുകയാണ് ചെയ്യുക കേട്ടോ. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആളെ അങ്ങനെ ഇരിക്കും. അത്രയും ടെൻഷൻ എനിക്ക് പാടാം. ഇപ്പം എനിക്ക് മനസ്സിലായി നമ്മളങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ എങ്ങനെ ഓക്കെ ആക്കാനും നമ്മളല്ലാതെ വേറൊരാളും ഇല്ലാത്തതുകൊണ്ട് വേഗം ചടുപിടുന്നതിന് ഓരോ കാര്യങ്ങളിൽ ഞാൻ അങ്ങോട്ട് ഏർപ്പെടും. ഒന്നുമില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സാരി വെട്ടിയെടുത്തിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുമെങ്കിലും ചെയ്യും. അത്രയും സമയം ഞാൻ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കാറില്ല. അപ്പോൾ എല്ലായിടും അടിച്ചു വാരിയിട്ടു. തലേ ദിവസം തുടച്ചത് കാരണം നമുക്ക് പകൽ അടിച്ചു വാരിയിട്ടാൽ മതി കേട്ടോ. വലിയ അലമ്പൊന്നുമില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ പുറത്തിറങ്ങാത്തതുകൊണ്ട് ഈ പെരുമഴ ആയതുകൊണ്ട് ചളിയൊന്നുമില്ല. 1-2 തുടച്ചാൽ മതി വേണ്ടി, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലായിടത്തും അങ്ങോട്ട് അടിച്ചു പോയി. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ബോറടിക്കും. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വലിയ പാടൊന്നുമില്ലല്ലോ എന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം എണ്ണ തേച്ച് കുളിക്കാൻ വിചാരിച്ചു. ഈ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ നല്ലോണം എണ്ണയൊക്കെ തേച്ച് കുളിന്നൻ എണ്ണ തേച്ച് കുളിക്കും കേട്ടോ. തലയിലും നല്ലോണം തേക്കും, നമ്മുടെ മേലും മൊത്തം എണ്ണയും മഞ്ഞളും കൂടെ തേക്കും ഞാൻ. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്കത് ഡെയിലി ചെയ്യാൻ വേണ്ടിയിട്ടും ഇഷ്ടമാണ്. പിന്നെ എണ്ണ നമുക്ക് മുതലാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൂടെ ചെയ്യും. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ചെയ്യും. എനിക്ക് അതങ്ങോട്ട് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞാൽ കടലമാവിലോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയിലോ ആണ് ഞാൻ കുളിക്കുക. അപ്പോൾ ഈ എണ്ണ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലൊരു സുഖം കിട്ടും കേട്ടോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എണ്ണയും മഞ്ഞളും തേച്ച് കുളിക്കുന്നതും മൊത്തത്തിൽ എണ്ണ തേച്ച് കുളിക്കണം കേട്ടോ. എനിക്കതൊരു പ്രാന്ത് തന്നെ പറയാം. ഇവിടെ കുട്ടികൾക്കും ആർക്കും ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ കുട്ടികളൊക്കെ ചെറുതിലെ എണ്ണ കണ്ടതായിരിക്കും. ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ പൂജിട്ടി പറയും ഞാനും ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയും. ഇനി ഞാനും ഉണ്ട്, ഞാനും ചെയ്യും എന്നൊക്കെ. എവിടെ 2 ദിവസം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-ാം ദിവസം ആൾക്ക് മടിയാവും കേട്ടോ. അതങ്ങനെ കണ്ടിന്യൂസ് കൊണ്ടുപോവില്ല. പിന്നെ നമ്മളിങ്ങനെ നിർബന്ധിച്ച് ആ കാക്കിയ ഇപ്പം തന്നെ ഈ താളി എടുത്ത് തന്നെ ആൾ തേച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇപ്പോൾ എണ്ണയൊക്കെ തേക്കുമ്പോൾ നമ്മൾ താളിയും കൂടെ തേക്കാമല്ലോ. അപ്പുറത്തുനിന്ന് വേഗം ചെമ്പരത്തിയില ഓടിപ്പോയി പൊട്ടിക്കണം. എന്താ ചെയ്യുക, അവിടെ ഒരു തെങ്ങുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് നിന്ന് ഇടയ്ക്കിടയ്ക്ക് തേങ്ങ വിടാറുണ്ട് ചിലത്. അതെങ്ങാനും കഷ്ടകാലം പിടിച്ചതായിരുന്നു എൻ്റെ തലയ്ക്ക് വിടണ്ടല്ലോ വെച്ചിട്ട് ഞാൻ വേഗം വലിച്ചൂറിയിട്ട് ഓടുകയാണേ. താളിയൊക്കെ തേച്ച് എണ്ണയൊക്കെ തേച്ച് കടലമാവിലോ ചെറുപയറിലൊക്കെ ഒന്ന് കുളിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര വല്ലാത്തൊരു ഫീൽ. അത് പറഞ്ഞാൽ എന്താ ഇങ്ങനെ ഇപ്പം പറയാം, അതെനിക്ക് ഇഷ്ടം കൊണ്ട് തോന്നാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഉണ്ടല്ലടപ്പൊട്ട കേസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അവിടെ കുളിക്കാതെ 2 ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇപ്പം. അപ്പം ഞാൻ താളിയൊക്കെ തേച്ച് എണ്ണയൊക്കെ തേച്ച് അടിപൊളി ഒരു കുളി പാസ്സാക്കി. ഇവിടെ നമ്മൾ ഫോൺ ചാർജിൽ വെച്ചിരിക്കാം. ചാർജില്ല. ഇനിയിപ്പോൾ ഫോൺ ചാർജായിട്ട് നമുക്ക് എടുക്കാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറൊന്നും വേണ്ട അത്രേ. ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇനി ഉച്ചയ്ക്ക് അത് മതി. അപ്പോൾ എനിക്ക് ഇനി ഉച്ചയ്ക്കും വേണ്ട. എന്ന് വെച്ചാൽ നമ്മൾ ചായ കുടിച്ചപ്പോഴേക്കും നേരം വൈകി. അതുകൊണ്ട് തന്നെ നമ്മൾ വൈകിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വിചാരിച്ചു. പിള്ളേർക്ക് അതിനെ മതി എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇപ്പം മീനും ഇറച്ചിയും മീനൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഇല്ലെങ്കിലൊക്കെ കഴിക്കും. ഇന്നിപ്പോൾ ചപ്പാത്തി ഉള്ളതുകൊണ്ട് അത് കഴിക്കാൻ വിചാരിച്ചു. പൂജക്കണ്ണ വാ ഇങ്ങോട്ട് വാ. അതാ ഓരോ കോപ്രായം കാട്ടി നടക്കലാണ് കേസ്. പനിയാണ് വയ്യ. എന്നാലും ഈ വക അംഗം വെട്ടണ ഒരു കുറവുമില്ലേ. കണ്ടോ ഇതാ നിൽക്കണം. ഇനി 2ഉം കൂടെ അവിടെ കിടന്ന് അടിയാവും. കണ്ടാ അതാ ഗുണം. ഇനി അവിടെ ഇരുന്നിട്ട് തുടങ്ങും. അപ്പോൾ ഒരാളെ തോണ്ടും, മറ്റാളൊരാളെ പിച്ചും, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി ഫോണിൽ ചാർജ് ആട്ടിട്ട് കാണാം കേട്ടോ. ഞാനേ കുറച്ച് മുന്നേ റേഷനിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇതാണ് കേട്ടോ ക്യാമറ. അവരെ കാണാതെ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ അംഗം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരാൾ വെറുതെ ഒന്ന് നോണ്ടും, ഇല്ലെങ്കിൽ മസാജ് ചെയ്യണ പോലെയൊക്കെ ചെയ്യും. എന്നിട്ട് ഒരാൾ ഒരു തട്ടങ്ങോട്ട് തട്ടും. ഈ തട്ടെല്ലാം അവന് മനസ്സിലാവും അവനിട്ടുള്ള പണിയാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അടിയുടെ പൊടി പൂരാവും കേട്ടോ. അത് ചുമ്മാ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ.
നമുക്കില്ലേ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് അട ഉണ്ടാക്കാം. അട ഉണ്ടാക്കാന്ന് വെച്ച് നോക്കുമ്പോൾ അരിപ്പൊടി കുറവാണ്. അപ്പോൾ പിള്ളേർക്ക് ഇവിടെ അരിപ്പൊടി കൊണ്ടും ഇഷ്ടം, എനിക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഗോതമ്പും അരിപ്പൊടി കൊണ്ടും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വാഴയിലൊക്കെ കൂടെ കണ്ണുകുട്ടി കൊണ്ടുവന്ന് സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളം വയ്ക്കട്ടെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അരിപ്പൊടി ഉണ്ട് എന്ന് കരുതി, നോക്കുമ്പോൾ ഇല്ലടോ. ഉള്ളത് എടുക്കാല്ലേ. ഇങ്ങനെ കുറേശ്ശൊക്കെ എടുത്തേണ്ട ബാക്കിയും ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. അത് വെച്ചിട്ട് ഇവർക്ക് രണ്ടാൾക്കും കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. എനിക്ക് ഗോതമ്പിൻ്റെ ആയാലും ഇഷ്ടമാണ്. ഓരോന്നും മതി കേട്ടോ, നമുക്ക് ഒരെണ്ണം കഴിക്കാം. ഉണ്ടാവും മതിയില്ലേ? മതി. മതി. ഈ കവറ് നമുക്ക് എടുത്തേക്കട്ടെ. അരിപ്പൊടി പെട്ടെന്ന് കഴിയും. നീർദോശ ഉണ്ടാക്കിയിട്ടേ അത് കഴിഞ്ഞ് ഓർമ്മക്കില്ല. പിന്നെ നമ്മൾ അധികം വാങ്ങി വെക്കാറില്ല, പച്ചരി ഉള്ള കാരണേ. പച്ചരിയുള്ള കാരണം ഇപ്പൊ നീ ചൂട് വെള്ളമാവട്ടെ. ചോറ് ഉച്ചയ്ക്ക് കഴിക്കാത്ത കാരണം ഇപ്പൊ ഈ നേരമായ ഒരു വിശപ്പാട്ടോ. അപ്പൊ ഫുഡൊന്നും ഒരു കൺട്രോളിലല്ല. പിള്ളേർ കഴിച്ചിട്ടുണ്ട് കേട്ടോ, ചപ്പാത്തി ഇഷ്ടം കറിയൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കാര്യമാണ് ഹതാ. വെച്ചിട്ട് ഇങ്ങോട്ട് കുഴച്ചെടുക്കാം. വെള്ളം കൂടിയാ പോയി കാര്യം വേറെ പൊടിയിടാൻ വേണ്ടിയിട്ടില്ല. പ്രാർത്ഥിച്ചോ പൂജോ എണ്ണൊന്നും കൂടണ്ടാന്ന്. കുറച്ച് ഒഴിച്ചാൽ മതിട്ടാ. നമുക്കിത് ധാരാളം മതി. ഞാൻ ഉണ്ടാവില്ലേന്ന് വിചാരിച്ചു. ഇപ്പൊ ഇവിടെ കണ്ണൻകുട്ടി ചായ കുടിയുടെ ഉസ്താദായി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവനും കൂടെ ഉള്ള ചായ നമ്മള് കരുതണം. ഓക്കെ, മാവ് സെറ്റായ സൂചിപ്പിക്കുന്നുണ്ടല്ലോ ചായ. ഞങ്ങൾക്ക് രണ്ടാക്കും മതി ചായ. നീ നല്ലോണം ഒന്ന് വാട്ടി കുഴച്ചെടുക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ മാവ് അങ്ങട് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിലുണ്ട് നാളികേരം എടുത്തിട്ട് വന്നേ. ഒരു ഏലക്കായ ചതയ്ക്കാൻ ഒരെണ്ണം മതി, കൂടുതലൊന്നും വേണ്ട. കുറച്ച് മതിയിട്ട് നമുക്കിവിടെ പൊടി ഒരുപാട് കളറാവുമ്പോൾ പറ്റില്ല. എനിക്കായാലും കണക്കുട്ടിക്കായാലും പൊടി അധികം വേണ്ട. ഷാജേട്ടനാണ് പൊടിയുടെ കൂടുതൽ വേണ്ടത്. കുറച്ച് പൊടിയെ ഞാൻ ഉള്ളൂ. ചായ റെഡിയായേ, മാറ്റി വെച്ചു. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അതങ്ങനെ ചൂടാവട്ടെ. നമുക്ക് ഇഡ്ഡലി ചെമ്പില്ലാത്തതിനെ കൊണ്ട് എന്താ പറയുക, അതൊന്ന് മേടിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നൂലുപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സുഖമാവും. നാളികേരം എടുക്കാൻ വലിയ കുറച്ച് എന്തിനൊക്കെയാലും പെരുക്കി എടുത്തേക്കല്ലേ. ശർക്കര ഇല്ലല്ലോ, പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യാം. അതിലിരുന്നാൽ പോരെ. ഇതൊന്നും അത്ര വലിയ നല്ലതൊന്നും അല്ല. കുഴപ്പമില്ല. അപ്പൊ ഇതും സെറ്റ്. ഇനി നമുക്ക് പൂച്ചക്കം വാഴകളുടെ എനിക്ക് ഈ നാക്കാലെ കിട്ടിക്കഴിഞ്ഞാലേ ഇങ്ങനെ മുറിക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാ. എന്താ നാക്കാലെ ഇങ്ങനെ ചോറിടാൻ വേണ്ടിയിട്ടില്ല. അപ്പൊ അതിങ്ങനെ നുറുക്കുമ്പോ നമ്മളിങ്ങനെ അയ്യോ നമ്മള് ഇതൊക്കെ എടുത്തില്ലല്ലോ ഷോർട്ട് സർക്കിൾ ഇല്ല. ഈ ഒരു അട ഉണ്ടാക്കാൻ പറയുന്ന സമയത്ത് ഞാൻ വിചാരിച്ച അരിപ്പൊടി ഉണ്ട് എന്നാണ് കേട്ടോ. നോക്കുമ്പോൾ നമുക്ക് 3 ആൾക്കുള്ള കറക്റ്റ് 3 അടയ്ക്കുള്ളതേ ഉള്ളൂ. അതിങ്ങനെ ഇറുക്കി പിറുക്കിയിട്ടൊക്കെ ഇഷ്കി പിശുക്കിയിട്ടൊക്കെ എടുക്കില്ലേ, അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആട്ടപ്പൊടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏറുകയും ചെയ്യും, പിന്നെ കഴിക്കില്ല, വേസ്റ്റ് ആവുകയും ചെയ്യും. പിന്നെ വൈകുന്നേരത്തിനല്ലേ ഓരോന്ന് മതിയെന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ നമ്മൾ 3 അടയ്ക്കുള്ളതാണ് പൊടി ഉണ്ടായിരുന്നത്. അതൊക്കെ വാട്ടി കുഴച്ച് സെറ്റാക്കിയിട്ട് നമ്മളിത് അടയ്ക്കുള്ളത് അങ്ങോട്ട് ഉണ്ടാക്കി. വൈകിട്ടാകുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചായക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടണം കേട്ടോ. അതിപ്പോൾ ഒരു കുഞ്ഞൊരു പൊട്ട് കഷ്ണം കിട്ടിയാലും മതി. അപ്പോൾ എല്ലാവരും ഓക്കെയാണ്, ഹാപ്പിയാണ്. ഈ പൊരിക്കടീനെക്കാട്ടിലും എണ്ണപ്പലഹാരത്തിനെക്കാട്ടിലൊക്കെ കുറച്ചുകൂടെ നല്ലത് ഇതാണല്ലോ. ഞാൻ വിചാരിച്ചത് ഇന്ന് നമ്മുടെ അരിമണി വറുത്തതും ചായയും കൂടെ ആയിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടടാ ആള് വാഴയിലൊക്കെ പൊട്ടിച്ചിട്ട് എൻ്റെ മുമ്പിൽ വന്നിട്ട് അട ഉണ്ടാക്കല്ലേ ചോദിച്ചു. ഏതായാലും വാഴയിലൊക്കെ പൊട്ടിച്ച് കൊടുക്കുന്നതല്ലേ പാവം. വെള്ളം പൊടി വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ശർക്കരയൊന്നും ഇല്ല കേട്ടോ, ഇതൊരു തട്ടിക്കൂട്ടടയാണേ.
അപ്പോൾ അടയൊക്കെ ആക്കിയിട്ട് നമുക്ക് ചായ കുടിക്കണം. ഇതിപ്പോൾ പലഹാരം ആയതുകൊണ്ട് എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു നേരം ചോറ് കിട്ടിയിട്ടില്ലെങ്കിൽ കയ്യും കാലം വരയ്ക്കാൻ തുടങ്ങും. രാത്രി ഇനി അസലായിട്ട് അടിപൊളിയായിട്ട് ചോറുണ്ടാകുമെന്ന് വിചാരിച്ചു. അങ്ങനെ അടയൊക്കെ സെറ്റായി. ഇനി ഉമ്മർത്ത് പോയിരുന്നിട്ട് നമുക്ക് ചായ കുടിക്കാം. ഇനിയിപ്പോൾ ഇതിലെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരട വലുതാണ്. ഇനി ഇതിന് അംഗം വിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് ആ വലിയ അട ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ പ്രശ്നം അവിടെ അങ്ങോട്ട് പരിഹാരമാവുമല്ലോ. ഞങ്ങളും ചെറുതിൽ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ഫ്രണ്ട്സ് കാണുന്നുണ്ട്. നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ആഴ്ചയിൽ 3 എണ്ണമാണ് ഒരാൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് വീക്കിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് മറക്കാതെ ചെയ്യണേ. നാളെ കാണാം എല്ലാവർക്കും. ടാറ്റ ബൈ ബൈ, സീ യു.